ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ സ്കിന്നിൻ്റെ വീഡിയോ തന്നെ, എൻ്റെ ബ്യൂട്ടി ടിപ്സിൻ്റെ വീഡിയോ തന്നെയാണ് എന്നോട് ഓരോരുത്തർ ചോദിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളുടെ ഡെയിലി റുട്ടീനും, അതായത് ഈ വിൻ്റർ സീസണിൽ അല്ലെങ്കിൽ ഡെയിലി ആയാലും നിങ്ങൾക്ക് ചർമ്മ സംരക്ഷണം എങ്ങനെ നിലനിർത്താം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ചർമ്മ സംരക്ഷണം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ചർമ്മത്തെ കേടുവരുത്താതെയുള്ള ചർമ്മ സംരക്ഷണമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുമ്പോൾ ഇത് വിൽക്കാനോ അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ആ ഒരു പ്രൊഡക്റ്റ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വാങ്ങിയിട്ട്, റിയൽ ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളാണ് ഞാൻ സെയിലും ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് ഫേസ് പാക്കാണ് കേട്ടോ. ഈ ഫേസ് പാക്ക് നിങ്ങളുടെ ചർമ്മത്തെ കേടുവരുത്തുകയേ ഇല്ല. അലർജിക്കും കുഞ്ഞു കുട്ടികൾ മുതൽ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ. ഇത് വന്നിട്ട് എന്താ പറയുക, മുൾട്ടാണി മിട്ടി, അതായത് നല്ല ഒറിജിനൽ മുൾട്ടാണി മിട്ടി. വിപണിയിൽ പലതരത്തിലുള്ള മുൾട്ടാണി മിട്ടി ഉണ്ട്. അതിൻ്റെ ഒറിജിനൽ മുൾട്ടാണി മിട്ടിയും ഓറഞ്ച് പൗഡറും, അതായത് അതൊക്കെ ഞങ്ങൾ പൊടിക്കുന്നതാണ്. അതുപോലെ പപ്പായയുടെ സീഡ്സ് അങ്ങനെയൊക്കെ പൊടിച്ചിട്ട് അതിൻ്റെ പൗഡർ ഒക്കെ ആ മൂന്നും കൂടി ഉള്ളതാണ്. അത് നമ്മൾ ഗ്ലിസറിൻ റോസ് വാട്ടറിൽ, അതായത് ഗ്ലിസറിൻ റോസ് വാട്ടറും അടങ്ങിയ ആ ഒരു ചേരുവയിൽ ചേർത്തിട്ട് മിക്സ് ചെയ്ത് നമ്മൾ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ടൈറ്റനിങ് സ്കിന്നും കിട്ടും. നല്ല ഫ്രഷായിരിക്കും. ഡെയിലി റുട്ടീനിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഫേസിന് മാത്രമല്ല, നമുക്ക് കഴുത്തിനും കയ്യിലും ബോഡി കംപ്ലീറ്റ് നമുക്ക് എവിടെയൊക്കെ പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു ഡാർക്ക് സ്പോട്ട് അങ്ങനെയൊക്കെ, കാക്കപ്പുള്ളിയൊന്നും പോവില്ല, അല്ലാത്ത കറുത്ത നിറങ്ങളൊക്കെ പോകും കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് വാങ്ങാറുണ്ട്. അപ്പോൾ അവർ അറിയാത്തവർ ചോദിച്ച് വാങ്ങുമ്പോൾ ഈ വീഡിയോ ഒന്ന് ഇടുമോ പറഞ്ഞിട്ടാണ്. അവർക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്നോട് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഡെയിലി റുട്ടീനിലിടാം, അല്ലാതെ നിങ്ങൾക്ക് ഫങ്ഷൻ ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഈ പാർലറിലൊന്നും പോകേണ്ട ആവശ്യമേ ഇല്ല, ഫേഷ്യലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് സ്റ്റീം ചെയ്യാൻ പറ്റുന്നവർ ഒന്ന് സ്റ്റീം ചെയ്തിട്ട് മുഖം നല്ല സോപ്പിട്ട് കഴുകി, ആദ്യം സ്റ്റീം ചെയ്യുക. എന്നിട്ട് നിങ്ങൾ മുഖം നല്ല സോപ്പിട്ട് കഴുകിയിട്ട് ഗ്ലിസറിൻ സോപ്പിൽ തന്നെ യൂസ് ചെയ്ത് നിങ്ങൾ കഴുകുക. അല്ലെങ്കിൽ നല്ല മൈൽഡ് ഫേസ് വാഷ് കഴുകിയിട്ട് നിങ്ങൾ ഈ ഫേസ് പാക്ക് റോസ് വാട്ടർ, ഗ്ലിസറിൻ റോസ് വാട്ടറിൽ, ഗ്ലിസറിൻ അടങ്ങിയ റോസ് വാട്ടറിൽ തന്നെ ഇത് മിക്സ് ചെയ്യണം. അതായത് പൂജയ്ക്കുള്ള റോസ് വാട്ടറൊന്നും എടുക്കരുത് കേട്ടോ. ഞാൻ എടുത്ത് പറയാം, പൂജയ്ക്കുള്ള റോസ് വാട്ടർ നിങ്ങൾ എടുക്കരുത്. അപ്പോൾ അതെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഫേസ് പാക്ക് ഇതാണ് കേട്ടോ. ഇതാണ് ഫേസ് പാക്ക്. കാണുന്നോന്നും അറിയില്ല, നല്ല മണമാണ്. ഇപ്പോഴേ നല്ല മണമാണ്. അപ്പോൾ റോസ് വാട്ടർ ഗ്ലിസറിൻ റോസ് വാട്ടറിൽ മിക്സ് ചെയ്യാൻ പറയുന്നത് അലർജി ഇല്ലാത്തവർക്കും അല്ല, അലർജി ഉള്ളവർക്കും അത് മാറും. ഇത് അലർജിയുടെ തന്നെയാണ് ഈ ഫേസ് പാക്ക് കേട്ടോ. അപ്പോൾ അലർജി മസ്റ്റ്, ചിലർക്ക് അലർജി ഇനിയിപ്പോൾ എന്ത് തേച്ചാലും ആ അലർജി മാറാനും കൂടിയിട്ടാണ് ഗ്ലിസറിൻ റോസ് വാട്ടറിൽ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ആ റോസ് വാട്ടർ ഒരു ബൗളിലിടുക. ഇതാണ് കേട്ടോ. കാണുന്നോന്നും അറിയില്ല, ഉണ്ടോ? ഇതാണ്, നല്ല മണവുമാണ്, നാച്ചുറലായിട്ടുള്ള ഫേസ് പാക്കാണ്. അത് നിങ്ങൾക്ക് ആവശ്യത്തിന് ഒരു ബൗളിലോട്ട് ഇടുക. ഇട്ട് കഴിഞ്ഞിട്ട് ഈ ഗ്ലിസറിൻ റോസ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ മുകളിലോട്ട് വേണം അപ്ലൈ ചെയ്യുക കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ തൊലി താഴോട്ട് ഇതായി വരും. മുകളിലോട്ട് തേച്ച് കൈ കൊണ്ടായാലും ബ്രഷ് കൊണ്ടായാലും നിങ്ങൾ താഴോട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് സംസാരിക്കുകയൊന്നും ചെയ്യരുത്. കഴുത്തിലൊക്കെ ഇടുക. എന്നിട്ട് സംസാരിക്കുകയൊന്നും ചെയ്യരുത്. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യണം, വെള്ളം നല്ലോണം ഒന്ന് ഇതാക്കി കൊടുത്തിട്ട്, ഒന്ന് കുതിർന്ന് വരുമല്ലോ, അങ്ങനെ അടിച്ചു കൊടുത്തിട്ട്, ഇങ്ങനെ കൈ കൊണ്ട് തന്നെ അടിച്ചു കൊടുത്തിട്ട് സ്ക്രബ് ചെയ്ത് നിങ്ങൾ കഴുകിക്കളയുക. വെറുതെ കഴുകിയാൽ മതി, സോപ്പിട്ടൊന്നും കഴുകേണ്ട ആവശ്യമില്ല. നല്ല മോയ്സ്ചറൈസിങ് ആണ്. അതുപോലെ തന്നെ നല്ല പിഗ്മെൻറ്റേഷനൊക്കെ മാറും, നന്നായിട്ടുണ്ടാകും, നല്ല ഫെയർ ആയിട്ടുണ്ടാകും. കണ്ണിൻ്റെ അടിയിൽ കറുപ്പുള്ളവർക്കൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റായിട്ട് തോന്നും. ഇത് നിങ്ങൾക്ക് എല്ലാ ദിവസത്തിൽ എപ്പോൾ വേണമെങ്കിലും, 2-3 നേരം വേണമെങ്കിലും ഇടാം. അത്ര നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ ഈ ഫേസ് പാക്ക് എല്ലാവരും എന്നോട് കാണിക്കാൻ പറഞ്ഞിട്ടാണ് ഇത്. അതുമല്ല, വിൻ്റർ സീസണിൽ മസ്റ്റായിട്ടുള്ള ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ ഇത് 20 ഗ്രാമാണ് ഞാൻ കൊറിയറിൽ അയച്ചു കൊടുക്കുന്നത്.
20 ഗ്രാമിന് എന്താ പറയുക 50 രൂപയാണ്. പിന്നെ കൊറിയർ ചാർജ് ഓരോ സ്ഥലത്തിൻ്റെ ഇതുപോലെ ഉണ്ടാവും. അത് കണ്ടോ, എൻ്റെ തന്നെയാണ് ഫോട്ടോ, ഫേസ് പാക്ക് ഉണ്ടോ. അപ്പോൾ ഇത് 20 ഗ്രാമാണ്, അതായത് 50 രൂപ. ഇത് ഫുള്ളും ആണെന്നുണ്ടെങ്കിൽ 100 രൂപയാണ്. അപ്പോൾ 50 രൂപ ഇങ്ങനെ 20 ഗ്രാമിൽ കൊടുക്കുന്ന ചിലവർക്ക് വാങ്ങിയിട്ട് അത് ചിലപ്പോൾ ഇനി യൂസ് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെയൊക്കെ വന്ന് ഇനി കളയേണ്ടി വന്നാലോ പറഞ്ഞിട്ടാണ്. അതുപോലെ തന്നെ ഈ ഫേസ് പാക്ക് നിങ്ങൾ ഈ ബോക്സിൽ തന്നെ തരുമ്പോൾ ഈ ബോക്സ് തന്നെ വേറൊരു ബോക്സിലോ അല്ലെങ്കിൽ കവറിലോ ഇട്ട് കെട്ടി വയ്ക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ പൊടിയാണല്ലോ, കെമിക്കലൊന്നും ഇല്ലല്ലോ, അപ്പോൾ പെട്ടെന്ന് കേട് വരില്ല. അതുകൊണ്ടാണ്. വേണമെങ്കിൽ ഫ്രിഡ്ജിലും വെക്കാം, പുറത്തേ വെച്ചാലും മതി. ഈ ബോക്സോട് കൂടി തന്നെ വേറൊരു വലിയ ബോക്സിൽ ഇട്ട് വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ബോക്സ് ഇല്ലാത്തവർക്ക് കവറിൽ കെട്ടി വയ്ക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു എഫക്റ്റീവ് എന്താണ്, ചർമ്മത്തെ കേടുവരുത്താതെ നല്ല ഒരു ഫേസ് പാക്കാണ് ഞാൻ പറയുന്നത്. വീട്ടിലുള്ള ചേരുവകളൊന്നും നിങ്ങൾ യൂസ് ചെയ്യരുത്. അപ്പോഴേക്കപ്പോഴുള്ള ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ കിട്ടും, പക്ഷെ അത് ഡാമേജ് ആയിട്ട് വരും. അതാണ്. മുട്ടയുടെ വെള്ള കുഴപ്പമൊന്നുമില്ല, ഞാൻ ഉറപ്പ് തരുന്നു. ഈ വീട്ടു സാധനങ്ങളിൽ മുട്ടയുടെ വെള്ള വലിയ കുഴപ്പമില്ല. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് കാരണം എനിക്ക് ചിലവാൻ വേണ്ടിയിട്ടൊന്നുമല്ല, അടിപൊളി ഫേസ് പാക്കാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴെപ്പോഴും നിങ്ങൾ ചോദിക്കും. അപ്പോൾ ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. നിങ്ങൾക്ക് ഈ വിൻ്റർ സീസണിലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് ഉപകരിക്കും, അല്ലാത്തപ്പോഴും നിങ്ങൾക്ക് ഉപകരിക്കും. ഞാൻ ഈ വീഡിയോ ഇട്ടത് ഈ വിൻ്റർ സീസണിന് വേണ്ടിയിട്ടാണ്. നല്ല മോയ്സ്ചറൈസിങ് ആയിരിക്കും, പിഗ്മെൻറ്റേഷനൊക്കെ മാറും, ഈ വലിച്ചിലൊക്കെ മാറും, അങ്ങനെയുള്ളവർക്ക് ബെസ്റ്റാണ്. അപ്പോൾ ഇനി ഒരുപാട് അതിൻ്റെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്ലിസറിൻ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, വെളിച്ചെണ്ണയും എണ്ണയും കൂടി വെള്ളവും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഗ്ലിസറിൻ തന്നെ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ഗ്ലിസറിനൊക്കെ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പുറത്ത് മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. പൂജയ്ക്ക് എടുക്കുന്ന റോസ് വാട്ടർ ഉപയോഗിക്കരുത്. ഗ്ലിസറിൻ റോസ് വാട്ടർ ആണെങ്കിൽ എൻ്റെ ഇല്ല, തീർന്നു കേട്ടോ. ആർക്കൊക്കെയോ വേണം പറഞ്ഞിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അത് തീർന്നു പോയി. അത് കാരണമാണ് കാണിച്ചു തരാൻ പറ്റാത്തത്. അപ്പോൾ അടുത്തൊരു എൻ്റെ വീഡിയോ ഒക്കെ റിയൽ ആയിട്ടുള്ള വീഡിയോകളാണ്, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. എനിക്ക് ആ സാഹചര്യം കൊണ്ടാണ് ഇങ്ങനെ എടുത്തു പോകുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ക്ലിപ്പുകളൊക്കെ ഇട്ടേനെ. പക്ഷേ എനിക്ക് നിവർത്തിയില്ല. ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. എനിക്ക് 2 ദിവസം കഴിഞ്ഞാൽ 2-3 ദിവസം ഒരു കല്യാണം, വെഡ്ഡിങ്, ഇതിനൊക്കെ പങ്കെടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കായിട്ട് ഓടി നടന്ന് പണിയൊക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞ് വേഗം വന്ന് വീഡിയോ എടുക്കുകയാണ്. എൻ്റെ വീഡിയോ ട്യൂസ്ഡേ ആണ് കേട്ടോ, ട്യൂസ്ഡേ ഫ്രൈഡേ ആണ് എൻ്റെ വീഡിയോ. അപ്പോൾ മൺഡേ എന്നുള്ളത് ഞാൻ മാറ്റി. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കണം. ആ ഒരു മൺഡേ എന്നുള്ളത് നിങ്ങളുടെ ആ മൈൻഡിൽ വന്നതുകൊണ്ട് ഞാൻ എടുത്തെടുത്ത് പറയുകയാണ്. ട്യൂസ്ഡേ ആണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുപോലെ തന്നെ എൻ്റെ ബ്യൂട്ടി ടിപ്സുകൾ ഒക്കെ നിങ്ങൾ പഴയ വീഡിയോയുടെ ഒക്കെ നോക്കുക കേട്ടോ. ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ ചെക്ക് ചെയ്യുക, അപ്പോൾ എൻ്റെ പഴയ വീഡിയോസൊക്കെ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ആ സിംപ്ലി സലീമ എന്നുള്ള ആ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പഴയ വീഡിയോസ് കിട്ടും. നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസാണ് എൻ്റെ വീഡിയോസ്. ഓക്കെ, ബൈ, ടാറ്റ.